ഹിജാബ് ധരിച്ച ഒരു സ്ത്രീ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന ഒരു ദിവസം വരുമെന്ന് AIMIM മേധാവി അസദുദ്ദീൻ ഒവൈസിയുടെ പ്രസ്താവനയ്ക്ക് ചുട്ട മറുപടിയുമായി BJP. ഒവൈസി ആദ്യം സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഹിജാബ് ധരിച്ച ഒരു സ്ത്രീയെ കൊണ്ടുവരൂ എന്നായിരുന്നു BJP അഭിപ്രായപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്വഭാവം അനുസരിച്ച് ഹിജാബ് ധരിച്ച ഒരു സ്ത്രീ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്നായിരുന്നു ഒവൈസി തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. പാകിസ്ഥാനിൽ ഒരിക്കലും മറ്റു മതത്തിൽപ്പെട്ട ഒരാൾക്ക് ഉന്നത സ്ഥാനം വഹിക്കാൻ കഴിയില്ല. ഒരു മതത്തിൽപ്പെട്ട ഒരാൾക്ക് മാത്രമേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ കഴിയൂവെന്നാണ് പാകിസ്ഥാൻ ഭരണഘടന വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ഭരണഘടന എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്നതിനാൽ വൈകാതെ തന്നെ ഇന്ത്യക്കൊരു ഹിജാബ് ധരിച്ച സ്ത്രീ പ്രസിഡന്റായി വരുമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് ഒവൈസി സൂചിപ്പിച്ചു. കൂടാതെ ഉമർ ഖലീദും ഷർജിൽ ഇമാമിനും സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചതോടെ UPA നിയമത്തെക്കുറിച്ചുള്ള ചർച്ചകളും സംവാദങ്ങളും വീണ്ടും ഉയരുകയാണ്. വിഷയത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷഭാഷയിൽ വിമർശിച്ച് ഒവൈസി രംഗത്തെത്തിയിരുന്നു. വിചാരണ കൂടാതെ ദീർഘകാലം തടവിൽ വെക്കാൻ അനുവദിക്കുന്ന നിയമപരമായ അടിത്തറ പാകിയത് കോൺഗ്രസ് ആണെന്നും ഒവൈസിയുടെ ആരോപണം. UPA സർക്കാരിന്റെ കാലത്ത് P. ചിദംബരം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ UAPA നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതികൾ ഭീകരതയുടെ നിർവചനം വിപുലമാക്കിയെന്നും വിചാരണ തടവുകാരെ വർഷങ്ങളോളം ജയിലിൽ തടയ്ക്കാൻ ഉപയോഗിക്കുന്ന വ്യവസ്ഥകൾ സൃഷ്ടിച്ചുവെന്നും ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവേ ഒവൈസി കുറ്റപ്പെടുത്തി. ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കാൻ കാരണമായത് ഈ നിയമമാണെന്നും UPA സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയിലൂടെ തീവ്രവാദത്തെ പുനർവ്യാഖ്യാനം ചെയ്യപ്പെടുകയായിരുന്നുവെന്നും ഒവൈസി പറഞ്ഞു. UAPA നിയമ ഭേദഗതിയെക്കുറിച്ച് പാർലമെന്റിൽ നേരത്തെ താൻ ഉന്നയിച്ച വാദമുഖങ്ങൾ ഒവൈസി ഓർമ്മിപ്പിച്ചു. നിയമത്തിന്റെ ചില ഭാഗങ്ങൾ അവ്യക്തവും ദുരുപയോഗത്തിലേക്ക് നയിക്കുന്നതുമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പാർലമെന്റിൽ അന്ന് താൻ ചൂണ്ടിക്കാണിച്ച അതേ വ്യവസ്ഥ തന്നെയാണ് ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യം നിഷേധിക്കുന്നതിന് അടിസ്ഥാനമായത്. ഇത് ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന് താൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് 5.5 വർഷമായി ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യം നിഷേധിക്കാൻ കാരണമായതെന്നും ഒവൈസി പറഞ്ഞു. കോൺഗ്രസ് നിർമ്മിച്ച നിയമങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ആ പാർട്ടി എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ഒവൈസി ചോദിച്ചു. ഈ നിയമമുണ്ടാക്കിയവർ കോൺഗ്രസ് ആയിരുന്നു. അന്ന് ചിദംബരവുമായിരുന്നു ആഭ്യന്തരമന്ത്രി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് 1 വർഷമോ 2 വർഷമോ 5 വർഷമോ ജയിലിൽ കിടന്നിട്ടുണ്ടോ? കുറ്റപത്രം സമർപ്പിക്കാതെ 180 ദിവസം വരെ തടങ്കൽ വയ്ക്കാൻ അനുവദിക്കുന്ന UAPAയിൽ സെക്ഷൻ 43D കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ഈ വ്യവസ്ഥ ന്യൂനപക്ഷങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന 100% കേസുകളിലും കുറ്റപത്രം സമർപ്പിക്കാതെ അവർ 180 ദിവസം തടങ്കലിൽ കഴിയുമെന്ന് എനിക്ക് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും. സത്യവും പ്രതീക്ഷയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞത്. യൂണിഫോം ഇട്ടവരുടെ മനസ്സിൽ ഒരുതരം വെറുപ്പുണ്ട്. മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെ അടിസ്ഥാനമാക്കി ഒരു വസ്തുതയാണ് താൻ പറഞ്ഞതെന്നും ഒവൈസി ചൂണ്ടിക്കാട്ടി. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.